നമസ്കാരം. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ വർദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ അഹോരാത്രം പ്രവർത്തിക്കുക മാത്രമല്ല, ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ഒരു മേൽനോട്ടം അഥവാ വിഹക വീക്ഷണം വേണ്ടി വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ പുണ്യതീർത്ഥയാത്രകളോ വിനോദയാത്രകളോ ഒക്കെ ആവാമെങ്കിൽ പോലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ഒരു 1-2 മണിക്കൂർ വേണ്ടി വരുവാനും സാധ്യതയുണ്ട്. വിദഗ്ധ നിർദ്ദേശം തേടി 2025-2026 എന്നീ കാലങ്ങളിൽ ഫലപ്രാപ്തി നേടാൻ തക്കവണ്ണമുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് വിഭാവനം ചെയ്യുവാനും, ഒരുപക്ഷെ മറ്റൊരാൾ പണം മുതൽ മുടക്കുന്നതാണെങ്കിൽ പോലും ഇങ്ങനൊരു അവസരത്തെ സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കുവാൻ ഇടയുണ്ട്. സ്വയംഭരണാധികാരം ലഭിച്ചതിനാൽ സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ നിന്നും പിന്മാറി ഭരണ സംവിധാനത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും പുതിയ ആശയങ്ങൾ അവലംബിക്കാനും സാധ്യത കാണുന്നു. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ അവസരം വന്നു ചേരും. അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തിയ മേലുദ്യോഗസ്ഥന് അനുമോദനങ്ങൾ അർപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുജന ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ നിലവിലുള്ള സ്ഥാപനത്തിൽ നിന്നും മാറ്റി മറ്റ് സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ ഉൽപാദന ചെലവും ഇതുകൊണ്ട് കുറയുവാനും സാധ്യതയുണ്ട്. വൈവിധ്യങ്ങളായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് ഒരുപക്ഷെ സമയബന്ധിതമായിട്ട് മാത്രമേ ചെയ്തു തീർക്കാൻ സാധിക്കുകയുള്ളൂ എന്ന നിർദ്ദേശം ജോലി സ്ഥലത്തും അതേപോലെ തന്നെ ഏറ്റെടുക്കുന്ന പ്രസ്ഥാനത്തിനും നിർദ്ദേശങ്ങൾ നൽകുവാൻ സാധ്യത പോലും കാണുന്നതുമുണ്ട്. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ ഇടവരും. പാഠ്യപദ്ധതി സമർപ്പിക്കുവാൻ തയ്യാറാകുമെങ്കിൽ പോലും മേലുദ്യോഗസ്ഥന്റെ അനാവശ്യമായിട്ടുള്ള നിഷ്കർഷപ്രകാരം മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം ഉപദേശം സ്വീകരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരാൻ യോഗം കാണുന്നു. ഗവൺമെന്റിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ഉദ്യോഗത്തിന് സാധ്യത കാണുന്നുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടവരും. തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായുള്ള ഒരു ഉദ്യോഗം മക്കൾക്ക് ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. അവധി ലഭിക്കാത്തതിനാൽ ഓണക്കാലത്തിനോടനുബന്ധമായി ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെക്കുവാനും, എന്നാൽ മാതാപിതാക്കളെ അന്യനാട്ടിലേക്കോ വികസിത രാഷ്ട്രത്തിലേക്കോ കൊണ്ടുവരുവാനായിട്ട് അതിനുവേണ്ടി പ്രയത്നിക്കുവാനും സാധ്യതയുണ്ട്. അഥവാ അതിനുവേണ്ടി ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ സാധ്യത കാണുന്നു. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ ആരോഗ്യ പ്രവർത്തനങ്ങൾക്കോ സജീവമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കുവാനും സാധ്യതയുണ്ട്. സാംക്രമിക രോഗങ്ങളെ കൊണ്ട് 1-2 ദിവസം അവധിയെടുക്കുവാനും പിന്നീട് 2-3 ദിവസം ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരും. പല പ്രകാരത്തിലും മാർഗതടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും കൂടുതൽ പ്രയത്നിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും യുക്തിപൂർവം ചിന്തിച്ച് അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ അന്തിമ നിമിഷത്തിലെല്ലാം ഫലപ്രാപ്തി നേടുവാൻ സാധ്യതയുണ്ട്. സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയും പ്രവർത്തന ശൈലിയും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ വന്നു ചേരുന്നത് വഴി ആശ്വാസം കാണുന്നു. അസൂയ മതമാത്സര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാൻ ഒരു ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനാണ് യോഗം കാണുന്നത്. ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കുമെങ്കിലും ഒരുപക്ഷെ ഉദ്ദേശിച്ച തൃപ്തികരമായുള്ള വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കുവാൻ സാധ്യതകൾ വളരെ കുറവാണ്. ജോലിയോടൊപ്പം ഹ്രസ്വകാല പാഠ്യപദ്ധതിക്ക്, അതായത് ഭാവിയിലേക്ക് ഇനിയും ജോലി സാധ്യതയുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. സങ്കല്പത്തിനനുസരിച്ച് പ്രയത്നിക്കാൻ അവസരം വന്നു ചേരുമെങ്കിൽ പോലും മുൻപ് പറഞ്ഞ പോലെ തന്നെ അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട്.
ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. സജ്ജന സംസർഗത്താൽ സച്ചിന്തകൾ വർദ്ധിക്കുവാൻ സാധ്യത കാണുന്നു. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ സജ്ജമാകുമെങ്കിൽ പോലും ബന്ധുമിത്രാദികളുടെ വരവിനെ കണക്കാക്കി, അല്ലെങ്കിൽ അവർക്ക് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിലാണ് വരിക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓണക്കാലത്തിനോടനുബന്ധമായി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ തീരുമാനിക്കും. വിദേശത്തുള്ള ചിലർക്ക് അവിചാരിതമായിട്ട് ഉദ്യോഗം നഷ്ടപ്പെടും എന്ന സൂചനകൾ ലഭിച്ചതിനാൽ മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിപരീതമായുള്ള പ്രതികരണങ്ങൾ പല വിഭാഗത്തു നിന്നും വന്നു ചേരുമെങ്കിൽ പോലും ക്ഷമയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുക തന്നെയായിരിക്കും ഭാവിയിലേക്ക് ഏറ്റവും നന്നാവുക. പലപ്പോഴും അദൃശ്യമായിട്ടുള്ള ഈശ്വര സാന്നിധ്യത്താൽ ഏറ്റെടുത്ത ദൗത്യമെല്ലാം തന്നെ ഏറെക്കുറെ ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കും. സാമ്പത്തികമായിട്ടുള്ള നേട്ടമൊന്നുമില്ലെങ്കിൽ പോലും ഈ ഏറ്റെടുക്കുന്നതും അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ പൂർണ്ണത കൈവന്ന പദ്ധതികളായതുകൊണ്ട് ഭാവിയിലേക്ക് ഇനിയും പദ്ധതികൾ വന്നു ചേരും എന്ന ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം തന്നെ സമർപ്പിക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും ചോതി നക്ഷത്രക്കാർക്ക് ഈ ഒരു ജൂലൈ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ വിട്ടുവീഴ്ച മനോഭാവത്താൽ അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനിട വരുമെങ്കിൽ പോലും അതിനൊരു പൂർണ്ണത ഒരുപക്ഷെ ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിലേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. എന്നിരുന്നാലും ഭാവിയിലേക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു ഗൃഹനിർമ്മാണം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്ന സങ്കല്പത്തോടുകൂടി അവസരം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. പലപ്പോഴും മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നു. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ ഗവേഷകർക്കും പല പ്രകാരത്തിലും മാർഗതടസ്സങ്ങൾ ഉണ്ടാകുവാനും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് ഉദാസീന മനോഭാവം, മടി, ക്ഷീണം എന്നിവ ഉണ്ടാകുവാനും സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും നീതിന്യായങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് നിയമസഹായം തേടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും ഒരുപക്ഷെ ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് നടത്തുന്നത് വഴി ആശ്വാസവും സമാധാനവും ആത്മവിശ്വാസവും വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരുവാനിടവരും. ഭരണ സംവിധാനത്തിലെ അപാകതകൾ പരിഹരിച്ച് കഴിഞ്ഞ 6-7 മാസമായിട്ട് അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുവാനും ഇനി 2025 പൂർത്തീകരിക്കുന്ന പദ്ധതികൾ ഏറ്റെടുക്കുവാനും സാധ്യത കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ജീവിത പങ്കാളിക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായുള്ള ഒരു ഉദ്യോഗം ലഭിക്കുന്നത് വഴി വളരെ ആശ്വാസമുണ്ടായിത്തീരും. ആധ്യാത്മിക ആത്മീയ ചിന്തകൾ വർദ്ധിക്കുന്നതിനാൽ മാസത്തിന്റെ 2ാമത്തെ പകുതിയിൽ വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ സാധ്യതയുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. അവഗണിക്കപ്പെട്ട അവസ്ഥാവിശേഷം പരിഗണിക്കപ്പെടുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. നിലവിൽ തുടർന്നു വന്നിരുന്ന പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് ഭാവിയിലേക്ക് ധാരാളം തൊഴിൽ സാധ്യതകളുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള ഒരു അവസരത്തെ അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും സ്വീകരിക്കുക തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. പല വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും തളരാതെ പ്രവർത്തിക്കാനൊരു ആർജവം ഒരുപക്ഷെ ബന്ധുമിത്രാദികളുടെ നിർദ്ദേശങ്ങളായിരിക്കാം, ഇത്രയും കാലം ജോലി ചെയ്യുന്നതിന്റെ വെളിച്ചത്തിലായിരിക്കാം, ആധുനിക സംവിധാനം അവലംബിച്ച് പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും ഈ വക കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഗുണകരമായി തീരുവാൻ തന്നെയാണ് യോഗം കാണുന്നത്. സമൂഹത്തിൽ ഉന്നതരുമായിട്ട് സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുവാനുള്ള അവസരം ഉണ്ടാകുന്നത് വഴി സമൂഹത്തിന് നേട്ടമുണ്ടാകുന്ന ചില തൊഴിൽ മേഖലകളെ പറ്റിയിട്ട് അവലംബിക്കുവാനും
ഒരുപക്ഷെ അതിനുവേണ്ടി സാമ്പത്തികമായിട്ടുള്ള സഹായമൊക്കെ ഗവൺമെന്റിൽ നിന്നും ലഭിക്കത്തക്ക വിധത്തിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാനും സമർപ്പിക്കുവാനും പോലും സാധ്യതയുണ്ട്. കൂട്ടുകച്ചവടത്തിൽ നിന്നും പിന്മാറി സ്വന്തമായി ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള തുടക്കം കുറിക്കാൻ സാധ്യതയുണ്ട്. അപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കി സുപ്രധാനമായിട്ടുള്ള വിഷയങ്ങളിൽ പങ്കെടുക്കുന്നത് വഴിയും അവലംബിക്കുന്നത് വഴിയും ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരും. ഭിന്ന അഭിപ്രായങ്ങൾ വന്നു ചേരുവാൻ ഇടയുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ക്ഷമയോടുകൂടിയും ആത്മസംയമനത്തോടുകൂടിയും സമീപിക്കേണ്ടതാണ്, സ്വീകരിക്കേണ്ടതാണ്. പലപ്പോഴും മേലുദ്യോഗസ്ഥന്റെ ദീർഘവീക്ഷണത്തോടു കൂടിയതായുള്ള പദ്ധതികളായതുകൊണ്ട് ഒരുപക്ഷെ അഹോരാത്രം പ്രവർത്തിക്കുവാനുള്ള സന്നദ്ധത ഗുണകരമായി തീരുവാനും മേലധികാരികളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നത് വഴി മേലധികാരി ഒരു സാഹചര്യങ്ങളെ കൊണ്ട് മറ്റു ജോലി നേടിപ്പോയാലും പ്രവൃത്തി പരിചയം നേടുവാനും ആ ഒരു തസ്തിക ലഭിക്കുവാനും 6 മാസത്തിനുള്ളിൽ ലഭിക്കാൻ തക്കവണ്ണം പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. സങ്കല്പത്തിനനുസരിച്ച് ഉയരുവാനുള്ള സാഹചര്യങ്ങൾ വേണ്ട വിധത്തിൽ വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. അവിചാരിതമായിട്ട് നേർന്ന കിടപ്പുള്ള വഴിപാടുകളെ പറ്റി ചിന്തിക്കുകയും അതെല്ലാം ചെയ്തു തീർക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ക്രിയാത്മകമായിട്ടുള്ള നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. പ്രത്യേക വിഭാഗത്തിന്റെ ചുമതലകൾ ഏറ്റെടുക്കുന്നതിനാൽ മിക്ക ദിവസങ്ങളും യാത്രകൾ വേണ്ടി വരുവാൻ സാധ്യത കാണുന്നുണ്ട്. സഹപാഠികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുവാനും സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനും സാധ്യത കാണുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധത്തോടു കൂടിയതായിട്ടുള്ള പ്രവർത്തന ശൈലിയും ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള ആശയങ്ങളും പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അവലംബിക്കുന്നത് വഴി ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ കേൾക്കുവാൻ സാധ്യതയുണ്ട്. പ്രതിബന്ധങ്ങൾ പലതും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും ഇത്രയും കാലത്തെ പ്രവൃത്തി പരിചയം, അനുഭവജ്ഞാനം എന്നിവ അവലംബിക്കുന്നത് എല്ലാ പ്രകാരത്തിലും ഗുണകരമായി തീരുവാനാണ് യോഗം കാണുന്നത്. പല പ്രകാരത്തിലും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും പ്രകൃതി ജീവന ഔഷധ രീതി, യോഗ, പ്രാണായാമം എന്നിവ ശീലിക്കുന്നത് വഴിയും അവലംബിക്കുന്നത് വഴിയും ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ സാധ്യത കാണുന്നുണ്ട്. പ്രത്യുപകാരം ചെയ്യുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിടവരും. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കുന്നത് വഴി സ്വസ്ഥതയും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു ജൂലൈ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.